ചിന്താമണി കൊലക്കേസിന് ശേഷം ഷാജി കൈലാസും ഭാവനയും കൂടി ഒരുമിക്കുന്ന സിനിമയാണ് ഹണ്ട്. ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഹൊറർ മിസ്റ്ററി മൂവിയാണ്. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് തുടക്കത്തിലൊരു മർഡർ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. അതിനുശേഷം ഒരു രാഷ്ട്രീയക്കാരൻ്റെ കുറച്ച് സീനുകളൊക്കെ കാണിച്ച് സിനിമയിലേക്ക് കയറുമ്പോൾ ഒരു ബോഡി പോലീസിന് കിട്ടുകയാണ്. അങ്ങനെ ആ ബോഡിയെപ്പറ്റി എൻക്വയറി ചെയ്യുന്നതാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഭാവനയും അവരുടെ ടീമും. അങ്ങനെ ഈ ഹോസ്പിറ്റലിനെ ബേസ് ചെയ്താണ് ഈ സിനിമ പോകുന്നത്. ആ ഹോസ്പിറ്റലിലേക്ക് 7 ദിവസത്തെ ഒരു സെമിനാറിന് വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പാരാനോർമൽ ആക്ടിവിറ്റീസിനെ പറ്റിയ നോളജുള്ള ഒരാൾ വരികയാണ്. അവിടെ വെച്ച് നടക്കുന്ന ആ ക്ലാസ്സിനിടയിൽ ഭാവന അയാൾക്കെതിരെ റിബലായിട്ട് നിൽക്കുകയും അതിനുശേഷം നടക്കുന്ന ചില ഇൻസിഡൻസിലൂടെ ഭാവനയ്ക്ക് ഒരു ആത്മാവ് തൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നുകയും അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു ഹൊറർ മിസ്റ്ററി മൂവിയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ പാരലായിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പോകുന്നൊരു ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നൊരു സിനിമയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ ക്ലീഷയായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ള പല കാര്യങ്ങളും തോന്നും. പക്ഷേ നല്ലൊരു സിനിമ തന്നെയാണ്. ഇതിൽ പിന്നെ എടുത്തു പറയേണ്ടത് ഇതിലെ മ്യൂസിക് നല്ലതായിരുന്നു. ഹൊറർ സീനുകളുള്ള നല്ല മ്യൂസിക്കായിരുന്നു. അതുപോലെ ഭാവനയ്ക്ക് പോകുന്ന ഇല്യൂഷൻ സീൻസൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. ഹൊററായിട്ടുള്ള സംഭവങ്ങളെല്ലാം നല്ല രീതിയിലുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇതിൽ കാണിച്ചിരുന്ന ക്യാരക്ടേഴ്സിനെ എല്ലാവരെയും നമുക്ക് സംശയിക്കും. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള പല സിനിമകളിലും ഇവരെ വില്ലൻ രീതിയിൽ കണ്ടിട്ടുള്ള പലരെയാണ് ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ചില ട്വിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊട്ടും ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ചെറിയ എലമെൻറ്റ്സ് ഈ സിനിമയിലുണ്ടായിരുന്നു. നല്ല രീതിയിൽ പോകുന്നൊരു സിനിമയാണ്. ഒരു വൺ ടൈം വാച്ചബിൾ നല്ലൊരു സിനിമ തന്നെയാണ്. തിയേറ്ററിൽ ഇപ്പോൾ ഉണ്ട്. തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. നല്ലൊരു ഹൊറർ എക്സ്പീരിയൻസ് ആയിരിക്കും. കണ്ടു നോക്കുക, കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക.